ക്നാനായ യാക്കോബായ സഭാ മെത്രാപ്പോലിത്തയുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മെത്രാനെ അനുകൂലിക്കുന്നവർ പത്രിയാർക്കീസിന് കത്തയച്ചു. സഭയിലെ ഒരു വിഭാഗം വൈദികരും ഈ ആവശ്യം ഉന്നയിച്ച് കത്തയച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ടോബി, വിവരങ്ങൾ എന്താണ്? ഗോപി, ഇന്നലെയാണ് പാത്രിയാർക്കീസ് ബാവയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് സമുദായ മെത്രാനെ കുര്യാക്കോസ് സേവറിയോസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറങ്ങിയത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഒരു വിഭാഗം വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉയർന്നു വന്നത്. കാരണം ഈ ഒരു നടപടി അത് പൂർണ്ണമായിട്ടും പിൻവലിക്കണം, ഇത്തരത്തിലുള്ള നീക്കം ശരിയല്ല എന്നാണ് വിശ്വാസികൾ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ യോഗം ചേർന്നൊരു തീരുമാനമെടുക്കുകയായിരുന്നു. ഈ ഒരു നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ സഭാ അസോസിയേഷനും അതുപോലെ തന്നെ ചില വൈദികരും പാത്രിയാർക്കീസ് ബാവയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒരു മറുപടി ഇന്ന് ഉച്ചയോടുകൂടി വരുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം തുടർ നടപടികളിലേക്ക് പോകാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. എന്തായാലും സഭയിലെ സഹായ മെത്രാന്മാരുടെ അധികാരവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു തർക്കമാണ് ഈ ഒരു വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം സഹായ മെത്രാന്മാരും വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ഭരണഘടന തിരുത്താനുള്ള ഒരു നീക്കം സമുദായ മെത്രാപ്പൊലീത്ത നടത്തി, അല്ലെങ്കിൽ അസോസിയേഷൻ നടത്തി എന്നുള്ളൊരു ആരോപണമാണ് അവർ മുന്നോട്ട് വെച്ചത്. അങ്ങനെ അധികാരത്തെ ചൊല്ലിയുള്ള സഹായ മെത്രാന്മാരും ഈ സമുദായ മെത്രാനും തമ്മിലുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. എന്തായാലും ഈ ഒരു സസ്പെൻഷൻ നിലവിൽ നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തന്നെ ഇദ്ദേഹത്തിന്റെ പല ചുമതലകളിൽ നിന്നും മാറ്റിയിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ പൂർണ്ണ ചുമതലകളിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അത് പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഒരു മറുപടി പാത്രിയാർക്കീസ് ബാവയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും, 12 മണിയോടുകൂടി ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ. ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകണോ അതോ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും ഈ അസോസിയേഷൻ 21-ാം തീയതി ചേരാനിരിക്കുകയായിരുന്നു, ഇവരുടെ ഭരണഘടന തിരുത്തുന്നതുമായി ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. അതിന് തൊട്ട് മുൻപെയാണ് ഇത്തരത്തിൽ ക്നാനായ യാക്കോബായ സഭയിൽ ഇത്തരത്തിലുള്ള ഒരു തർക്കം രൂക്ഷമായിരിക്കുന്നത്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.